ഹലോ ഗൈസ്, ഞങ്ങൾ ചൈനയത്തെ രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. സമയം ഇപ്പോൾ ഏകദേശം 7:36. കാണാൻ പറ്റുന്നില്ലല്ലേ? രാവിലെ 7:36. അടിച്ച ഡ്രസ്സൊക്കെ മാറിയിട്ട് രാവിലെ തന്നെ കറങ്ങാനായിട്ട് പോകാൻ നിൽക്കുകയാണ്. നമുക്കൊന്ന് ഡ്രസ്സ് പാക്ക് ചെയ്യണം. ഡ്രസ്സല്ല, കൊണ്ടുപോകണ സാധനങ്ങൾ പാക്ക് ചെയ്തിട്ട് നമ്മളിവിടെ നിന്നൊരു 8:50 ഇറങ്ങും. നമ്മളെല്ലാം സെറ്റായി. സമയം 8:30 നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ നമ്മൾ ഇന്നലെ മേടിച്ച സാധനം ഉണ്ടായിരുന്നു. ഈ സാധനം നിങ്ങൾ ഫസ്റ്റ് ദിവസത്തെ വീഡിയോയിൽ കാണില്ല, കാരണം നമ്മുടെ കയ്യിൽ മെമ്മറി കാർഡ് സ്ഥലമില്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ ഫോണിലൊരു ക്ലിപ്പുണ്ട്, അത് പറ്റുകയാണെങ്കിൽ ആഡ് ചെയ്യാം. കൊള്ളാം, നല്ല സാധനം ബേക്ക് ചെയ്തത്. ഇതിനൊക്കെ വില കുറവാട്ടോ. വലിയ മാളാണെങ്കിലും ഇവിടെ ഫുഡ് ഐറ്റംസിനൊക്കെ വില കുറവാണ് ചൈനയിൽ. ഞങ്ങൾ ജസ്റ്റ് നടക്കുമ്പോൾ ഒരാൾ ടെസ്റ്റ് ചെയ്തോളം പറഞ്ഞിട്ട് കാണിച്ചു തന്നു. ഞങ്ങളത് കഴിച്ചു. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നി. ചീസിൻ്റെ ഒരു സാധനം അങ്ങനത്തെ ഒരു ഐറ്റം മേടിച്ചു. പിന്നെ ഇതുപോലത്തെ ഒരു ചെറിയൊരു കേക്ക് മേടിച്ചു. നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവാം. അയാൾ നമുക്ക് രാവിലെ ഇറങ്ങി. ഇതാണ് നമ്മളിന്ന് ഹോട്ടൽ. സമയം ഇപ്പോൾ രാവിലെ 8:33. നമ്മൾ ഇറങ്ങിപ്പോടുന്ന ഷൂട്ട് ചെയ്യാൻ കിടക്കുന്നുണ്ട് അവിടെ. ഷൂട്ടിങ് ഷാങ്ഹായുടെ പിന്നാമ്പുറ കാഴ്ചകൾ. നമ്മളങ്ങനെ കോഫി കുടിക്കാനായിട്ട് 7-Eleven കയറിയിരിക്കുന്നു. അപ്പോൾ നമ്മളിനി മെട്രോ എടുക്കാനായിട്ട് മെട്രോ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ചോക്ലേറ്റ് മിൽക്ക് സൂപ്പർ. പക്ഷേ പേടി ഇതുള്ളൂ, ടോയ്ലറ്റിൽ പോകേണ്ടി വരുമോ എന്നൊരു. ഇവിടെ ഷോർട്ട്സ് ഇട്ട് പോകണവരൊന്നും ഇല്ല. എല്ലാവരും മറ്റേ കംഫർട്ടായിട്ട്. നേരത്തെ വരികയാണെങ്കിലേ നമുക്ക് ഈ മാളിൻ്റെ അകത്ത് കയറാം, വെറുതെ ഡ്രസ്സിൻ്റെ വിലയൊക്കെ അന്വേഷിക്കാൻ. പറയണ വിലയ്ക്ക് കിട്ടുകയാണെങ്കിൽ മേടിക്കാമല്ലോ. അല്ല, $5 കിട്ടുകയാണെങ്കിൽ. നല്ല ഡ്രസ്സുണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷെ കൂടുതലും ഗേൾസിനാണ്, ബോയ്സിനെ നമ്മൾ ഈ കണ്ട മാളിൻ്റെ അകത്ത് ഡ്രസ്സൊന്നും കണ്ടില്ല. എന്നിട്ടാണ് നമ്മൾ ഇന്നലെ സെയിം സ്പോട്ടിൽ ഇവിടെ ഈ വാച്ച് വിൽക്കുന്നവരും അതൊക്കെ വന്ന് നമ്മൾ വിളിക്കും. ഫോറിനേഴ്സ് ആകുമ്പോൾ വാച്ച് കാണിച്ചു തരാം, ബാഗ് മേടിച്ചു തരാം, കാണിച്ചു തരാം. അതായത് മൊത്തം കോപ്പി ഐറ്റംസ് ഇല്ലേ, അത് സെയിൽ ചെയ്യുന്ന കുറേ ഏജൻറ്റുമാരുണ്ട് ഇവിടെ. അവർ മൊത്തം നമ്മുടെ പിന്നാലെ നടക്കും. അത് കാണിച്ചു തരാം, ഇത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. അതിന് മുമ്പ് ഇന്ന് രക്ഷപ്പെട്ടിട്ടായിരുന്നു ഇന്നലെ ഈ വഴി കൂടെ നടന്നായിരുന്നേ. എന്നാൽ അവരാരും കാണാനില്ല. അപ്പോൾ നടക്കട്ടെ, മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കട്ടെ. നമ്മൾ ഇന്നലെ വന്നപ്പോൾ പിടിച്ച ആളില്ലേ, അതായത് മറ്റേ ഡ്രസ്സും പാൻറ്റൊക്കെ കാണിച്ചു തരാം, ഒറിജിനലല്ല കോപ്പി. ആളിതാ പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആള് പോയാ? ആള് പോയി. ആള് നമ്മൾ പിന്നെയും ഫോളോ ചെയ്ത് വന്നിട്ട് പറഞ്ഞു നമ്മൾ ഓർമ്മയില്ലെന്ന് തോന്നുന്നില്ലേ. ആൾക്ക് ഓർമ്മയില്ല ഇന്നലെ കണ്ട കാര്യം. ആൾ പിന്നെ വന്നിട്ട് സെയിം കാര്യം ചോദിച്ചു. നമ്മൾ പറഞ്ഞില്ല, ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോവാം, പിന്നെ കാണാമെന്ന് പറഞ്ഞു. കുറേ പേരുണ്ട് ഇവിടെ. നമ്മളിങ്ങനെ പിന്നാലെ നടക്കുക. 10 പോലത്തെ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, മറ്റേ ബീഫ് നിറച്ച പോലത്തെ. നമ്മൾ ആ കടലിൽ നിന്ന് പിന്നെ എത്തിയിരിക്കുകയാണ്. നമുക്ക് അവിടെ നിന്ന് എന്താ പറയുക, രണ്ടെണ്ണം മതിയാവും. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. 2 മേടിച്ചിട്ട് കോഫിയോടൊപ്പം കഴിച്ചിട്ട് മെട്രോ എടുക്കാനാണ് പ്ലാൻ. ലാസ്റ്റ് പീസാ അങ്ങോട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ചൂടെന്ന് ഈ തണുപ്പത്ത് കഴിക്കാൻ ഇഡ്ഡലും വൈബ്. മറ്റേ സ്റ്റേഷൻ്റെ അകത്തുള്ള ഫുഡാട്ടോ. സാധനം മൊത്തം മറ്റേ പന്നിയോ പോർക്കോ. പന്നി പോർക്ക് സെയിം അല്ലേ. മറ്റേ കോഴിയുടെ അകത്ത് കുടലും സാധനങ്ങളൊക്കെയാണ്. ഇതൊക്കെ മറ്റേ ഫ്രൈ ചെയ്തിട്ട് വെച്ചേക്കാണ് സ്റ്റേഷൻ്റെ അകത്ത്. നല്ല തിരക്കുണ്ട് എൻ്റെ പിന്നെ. നമ്മളങ്ങനെ യുവാങ് ഗാർഡൻ സ്റ്റേഷൻ ഇറങ്ങി നമ്മൾ നടക്കാണ്. നമുക്കതിനെ വഴിയൊക്കെ വെച്ചിട്ട് ഒരു മലേഷ്യൻ ടീമിനെ കിട്ടി. ഒരു ഫോണിൻ്റെ സിമ്മ് അവർക്ക് റോമിങ് ഡാറ്റ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു. ഇപ്പോൾ അവരെ ഹെൽപ്പ് ചോദിച്ചു, നമ്മളവരെ ഹെൽപ്പ് ചെയ്തു. കുറച്ച് സംസാരിച്ച് അവരിനി എവിടെയാണ് പോണേ, അവർ ഡ്രോൺ വാങ്ങാൻ പ്ലാൻ ഉണ്ട് അത്ര അവർക്ക്. അപ്പോൾ അതും പറഞ്ഞു കൊടുത്തു എങ്ങനെയാണെന്നുള്ളതൊക്കെ. അങ്ങനെ അവർ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. നമ്മളിപ്പോഴും മറ്റേ ലോക്കൽ സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താ പറയുക, ടെമ്പിള്, ഡ്രസ്സ്, ഇത് മറ്റേ ഫിഷറിയല്ലേ അവരുടെ. അതിൻ്റെ ഇടയിൽ നമ്മൾ നടക്കുന്ന ഇടയിലേ ഇവൻ്റെ സൂപ്പർവൈസർ കമ്പനിയിൽ നിന്ന് കള്ള ലീവ് പറഞ്ഞിട്ട് ചൈനയിൽ വന്നത്. അവൻ്റെ സൂപ്പർവൈസർ
ചൈനയിൽ ഇവിടെ നടക്കണു. കള്ള ലൈവ് അല്ല കേട്ടോ, അവൻ്റെ പഴയ സൂപ്പർവൈസറാണ്. എന്നിട്ട് അവരെ പോയിട്ട് കണ്ടു, സംസാരിച്ചു. ആൾക്ക് മനസ്സിലായി, തുടക്കത്തിൽ ആൾ കണ്ടുപിടിച്ചത് ഇതേ സ്കാമറുകാരാണോ എന്നാണ്. പക്ഷെ ആൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി, പേര് പറഞ്ഞു. എന്നെയല്ല, ഇത് ഇവനെ. എല്ലായിടത്തും പോയി കഴിയുമ്പോൾ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഐസ്ലാൻഡ് പോയപ്പോഴും ഇവൻ്റെ അവിടെ വർക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനവിടെ മറ്റേ ക്യാമ്പർ വാന് വണ്ടി എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പം അവിടെ ഉണ്ടായിരുന്നു. അവർ ഈ ഫ്രൈഡേ പോവും. കുറച്ച് നേരം സംസാരിച്ചു, അത്രേ ഉള്ളൂ. അവരവിടെ നിൽക്കുന്നുണ്ട്. ആ നിൽക്കുന്ന ടീമില്ലേ, നിൽക്കുന്നത് അവർ കൊച്ചായിട്ട് വന്നുള്ളത്. അവിടെ മൊത്തം കടകളാണ്. ഓ, ഇത് ഇതിൻ്റെ അവിടെ എൻ്റെ ഷോറൂം ഒക്കെ സിംഗപ്പൂരിലൊക്കെ തന്നെ. കുറേ ഫുഡിൻ്റെ കടകൾ, കുറേ സോവിനീര്. പിന്നെ ഇവിടെ ആൾക്കാർ വരും നമ്മുടെ അടുത്ത്. മറ്റേ എന്താ പറയുക, ഇത് ഒരു രാമോജിരാവ് ഫിലിം സെറ്റ് പോലെ അല്ലേ, ഉള്ളിലോട്ട്. കാരണം ഇത് ഷോയ്ക്ക് മാത്രം ഉണ്ടാക്കി വെച്ച ബിൽഡിംഗ് ആണോ എന്നൊരു ഡൗട്ട്. ഫ്രണ്ട് മാത്രം, പക്ഷെ എനിക്ക് തോന്നുന്നില്ല, ഉള്ളിലോട്ടും ഉണ്ട്. ഇതെന്തത് അറ്റൻഡൻസ് എടുക്കുന്നതാണോ ഇത്? ഈ കടയ്ക്കുള്ള അറ്റൻഡൻസ് എടുക്കുന്നതാണോ? ഓ, ഓട്ടോമാറ്റിസ്റ്റ് ആയിട്ടില്ല. ചൈനയിൽ ഇത്രയും ടെക്നോളജി വളർന്നിട്ട് ഇപ്പോഴും പേരെടുത്ത് വെച്ചിട്ടാണോ? ചിലപ്പോൾ അതായിരിക്കും. അതിൻ്റെ അത് മൊത്തം കടകൾ, മൊത്തം ഫുഡ് കാര്യങ്ങൾ, ഡ്രിങ്ക്സ്. നമ്മളിപ്പോൾ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല. നമ്മളതിൻ്റെ മുന്നേ കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങനെ കറങ്ങുകയാണ്. ഇവിടെ നമുക്ക് സിംഗപ്പൂരിയൻസിനെ കാണാം, കൂടുതൽ മലേഷ്യൻസിനെ കാണാം. ഇവരൊക്കെ ഇവിടെ നോർമൽ വരുന്ന സ്ഥലമാണ്. അതായത് എല്ലാവരുടെയും ഇറ്റിനറിയിൽ ഉണ്ടാകുന്നൊരു സ്പോട്ടാണ് ഇത്. അപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് കുറേ പേരെ കാണാൻ പറ്റും. എന്നാലും ആകസ്മികമായിട്ടാണ് ഇവൻ്റെ സൂപ്പർവൈസറെ കണ്ടത്. ആൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ആൾ തുടക്കത്തിയാന്ന് പറഞ്ഞതേ, പേരൊക്കെ വിളിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഏതോ ക്യാമറ തോന്നി, കിളി പോയി. പിന്നെ തിരക്കേടില്ലാതെ ആൾ വർത്താനം പറഞ്ഞു, പേരറിയാവുന്നതുകൊണ്ട്. നൈസ് മീറ്റ് ആയിരുന്നു. പക്ഷെ അതൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ട്, പക്ഷേ അത് അവർക്ക് ചിലപ്പോൾ അത്ര കംഫർട്ടബിൾ ആവണമെന്നില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ എടുത്തില്ല. ഇതെങ്ങനെയുണ്ട് ഗൈസ്, ഈ ചൈനീസ് ഗാർഡനിൽ, നമ്മുടെ സിംഗപ്പൂരിൽ ചൈനീസ് ഗാർഡനിൽ വെള്ളം നിറച്ച പോലെയില്ലേ, അടിപൊളിയാണ്. ഇവിടെയും കുറേ ആൾക്കാർ വന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ നേരത്തെ കണ്ട മലേഷ്യൻ ഫാമിലി, ഇവരാണ് നമ്മുടെ അടുത്ത് ഹെൽപ്പ് വെച്ചത്. അപ്പോൾ 1-2 പേര് അവർ നൈസായിരുന്നു കേട്ടോ. നമ്മളതിനെ ഗാർഡൻ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഗാർഡൻ്റെ അകത്ത് എന്തെല്ലാം നോക്കാമല്ലോ. ഇതൊരു അമ്പലം തന്നെ, കാണാൻ കൊള്ളാം. ഗൈഡ് ടൂർ കുറേ ഉണ്ട് അതിൻ്റെ അകത്ത്. രാജാവിരിക്കുന്ന സ്ഥലമാണത്. ഈ ബിൽഡിങ്ങിൻ്റെ പിന്നിൽ കാണാമെന്നാട്ടെ ഈ സാധനം. കാണാൻ കൊള്ളാം, കിടലിനായിട്ടുണ്ട്. വെള്ളം ഇതിൽ മീനുണ്ട് കേട്ടാ, കോഴിക്കറുപ്പുണ്ട്, പക്ഷെ കാണാനില്ല, കളറുണ്ട്. നമ്മൾ ജപ്പാനെ പോയിട്ടുണ്ടായിരുന്നൊരു സീൻ ഓർമ്മയുണ്ടാ, മറ്റേ പച്ചമുള അത്ര തിക്കല്ലെങ്കിലും കൊള്ളാം. ഇതിൻ്റെ അകത്തെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടല്ലോ, പണിത് വെച്ചത് ഒക്കെ മരമാണ്. നമ്മൾ കാണുന്നതൊക്കെ മരമാണ്. ടോപ്പ് റൂഫാണെങ്കിലും മരം. ഇവിടെ ഒരു ഹോളുണ്ട്, ഈ ഹോള് നോക്കിയാവട്ടെ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സാൻഷി ഹോള്. ഈ ഹോളിൻ്റെ അകത്ത് കാണാൻ പറ്റും. ചില്ലാണ്, ചില്ലിൻ്റെ കൂടെ കുറച്ച് കസാല മീറ്റിങ്ങൊക്കെ കൂടാനുള്ള ഒരു സെറ്റപ്പിൽ ഇരിക്കുന്ന ആ രീതിക്കുള്ള ഇത്. അത് അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു കുളം സെറ്റപ്പ് ഉണ്ട്. എല്ലായിടത്തും നല്ല ഫോട്ടോ ഫ്രെയിമുകളാണ്. അതാണ് ഇവിടുത്തെ ഒരു വെറൈറ്റി. അതുകൊണ്ട് തന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ ടൈമുള്ളവർക്ക് ഈ ഒരു ഗാർഡൻ ഭയങ്കര ബെനിഫിറ്റബിൾ ആണ്. ക്യൂ ആയി തുടങ്ങിയല്ലേ, തിരക്കായി തുടങ്ങിയല്ലേ, നല്ല തിരക്കുണ്ട്.
നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ലൂപ്പിൻ്റെ അകത്ത് പെട്ട പോലെ ഏത് വഴിക്കോട്ട് പോയാലും പുറത്തിറങ്ങണമെന്ന് മനസ്സിലാവുന്നില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുവരെ നടന്നിട്ടും റിപ്പീറ്റേഷനായിട്ട് പിന്നെ നമ്മൾ നടന്നിട്ടില്ല. വലിയൊരു ഗുഹയാണല്ലോ. അയ്യോ ഗുഹ. കൊള്ളായിരുന്നു. ചെറിയൊരു ഗുഹ ഉണ്ടാക്കി വെച്ചായിരുന്നു അവിടെ. സംഭവം കൊള്ളാം. കാരണം സുന്ദരികളായ കുറേ ചൈനീസ് പെൺപിള്ളേരെ നമുക്കിവിടെ കാണാം. കുളത്തിന് നടുവിൽ പ്രാവിൻകൂട്. പ്രാവില്ലല്ലോ, വേറെ ഒരു സീകളാണത് ഞാൻ തോന്നുന്നു. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കോഴിക്കാർപ്പ് കൂടെ. അങ്ങനെ നടന്ന് വേറൊരു സ്ഥലത്തെത്തി എന്ന് പറയുമ്പോൾ കാണാൻ കൊള്ളാം. അടിപൊളി. നമ്മളിപ്പോഴും എക്സിറ്റിങ് എത്തിയിട്ടില്ല. എക്സിറ്റ് കണ്ടുപിടിക്കും തോറും നമ്മൾ പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ലെറ്റ്സ് ഫൈൻഡ് എക്സിറ്റ്. അങ്ങനെ നമ്മൾ എക്സിറ്റ് കൂടെ ഇറങ്ങി. അവിടെ ആയിരുന്നു എക്സിറ്റോടെ ഇറങ്ങി. എക്സിറ്റോടെ ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ മൊത്തം മറ്റേ ഷോപ്പുകളാണ്. മറ്റേ സോവനിയർ, മാഗ്നറ്റ്, അതുപോലത്തെ ഐറ്റംസിൻ്റെ. എനിക്കാണത് കമ്പാരിറ്റീവ്ലി ഇന്ന് തിരക്കുണ്ട്. പക്ഷെ അത്രയ്ക്കില്ലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചില വീഡിയോസിലൊക്കെ പൂര തിരക്കിൻ്റെ വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചൈനയിൽ. ഞങ്ങൾ ഇവിടുന്ന് പോസ്റ്റ് കാർഡ് അയക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എല്ലാ പ്രാവശ്യം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിയുമ്പോൾ പോസ്റ്റ് കാർഡ് അയക്കും. ലാസ്റ്റ് ജപ്പാൻ പോയപ്പോൾ അയച്ചു, ഐസ്ലാൻഡ് പോയപ്പോൾ അയച്ചു. നമ്മൾ ചൈനയിൽ പോകുമ്പോഴയക്കുകയാണ്. ഇത് നമ്മളൊരു പോസ്റ്റ് കാർഡ് അയക്കുന്ന കടറുമ്പോൾ എത്തിയൊക്കെയാണ്. ഇവിടെ നമ്മൾ പോസ്റ്റ് കാർഡ് നാട്ടിലത്തെ അഡ്രസ്സിലേക്ക് വീട്ടിലേക്ക് അയക്കുകയാണ്. കുറേ വെറൈറ്റി കാർഡുകളുണ്ട് കേട്ടോ അവിടെ. കുറേന്ന് വെച്ചാൽ കുറേ വെറൈറ്റി. കാർഡിനൊക്കെ 12 യെന്നൊക്കെയുള്ളൂ. യെന്നല്ലേ, യുവാനല്ലേ? എനിക്ക് എപ്പോഴും തെറ്റിയത്. 5 യുവാനാണ് ഒരു സിംഗപ്പൂർ ഡോളർ. 5.5. ഇപ്പോൾ $2, $1 ഉണ്ട് ഇവിടെ. $3 ഉണ്ട്. എന്താണായിരുന്നു? പെയിൻറ്റിങ് പോലത്തെ. നമ്മളങ്ങനെ 2 മേടിച്ചിട്ടാണ്. 2 20 ഇതൊക്കെ സീല് നമുക്ക് അടിക്കാം. ഫ്രീ ആണ്. ഷാങ്ഹായിന്ന് എഴുതിയിട്ടുണ്ട്. ഡംപ്ലിങ്സ് ഷാങ്ഹായ്. ഇതിന് മൊത്തം ഇത് 2 കാർഡും ഇൻ്റർനാഷണൽ സ്റ്റാമ്പും ആയത് മൊത്തം 20 യുവാൻ അല്ലേ? 20 യുവാൻ. 20 യുവാൻ എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു $4-5. നമ്മുടെ നാട്ടിലേക്ക് അയക്കാൻ പറ്റും, ഇന്ത്യക്ക് അയക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എഴുതാം. നമ്മളങ്ങനെ ഈ സെയിലും കൂടെ അടിക്കാൻ പോകണം. ഷാങ്ഹായ് ഇവിടെ. അയ്യോ തിരിഞ്ഞുപോയി. ഇവിടെ നമ്മൾ അടിച്ചുപോയി. സ്റ്റാമ്പ് അങ്ങനെ രസമുണ്ട് കേട്ടോ കാണാൻ. ഇതാണ് നമ്മുടെ പോസ്റ്റ് കാർഡ്. ഷാങ്ഹായ് ബിൽഡിംഗ്. നമ്മൾ ഇവിടെ ഇടുണ്ടോ അത് വേറെ എവിടെയാണല്ലോ? ഇവിടെ അല്ലേ? ഇന്ത്യയിൽ എത്തുമായിരിക്കില്ലേ? ഇന്ത്യയിൽ വെച്ച് കാണാം എന്തെങ്കിലും നാട്ടിൽ പോകുമ്പോൾ. രാവിലെ കണ്ട പോലെ അല്ല കേട്ടോ, നല്ല തിരക്കായിട്ടുണ്ട്. ഫോറിനേഴ്സ് കുറേ പേരുണ്ട്. നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇന്ത്യൻസിനും കാണാം കേട്ടോ. നമ്മളിനി ഇത് UN ഗാർഡനത്തെ പരിപാടിയൊക്കെ തീർന്നിട്ട് നമ്മളിനി ഒരു ഏൻഷ്യൻ സിറ്റി കാണാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നമ്മൾ നോക്കിയപ്പം ട്രെയിന് വേണമെങ്കിൽ 1.5-2 മണിക്കൂർ ഇരിക്കണം. 2 മണിക്കൂർ ഇരിക്കണം. പിന്നെ ഇവിടുത്തെ മെട്രോ നമുക്ക് അത്ര വലിയൊരു എന്താ പറയുക, നമ്മൾ സിംഗപ്പൂരിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കും നമുക്ക് കാഴ്ചകൾ ചിലപ്പോൾ കൂടുതലും ടണലിൻ്റെ ഉള്ളിൽ കൂടിയാവും. പിന്നെ തിരക്കുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ടാക്സിക്ക് പോകാം. ടാക്സി നമ്മൾ സിറ്റിയുടെ ഉള്ളിൽ കൂടെയൊക്കെ ആയിരിക്കും പോവാം. പിന്നെ അതൊരു പെട്ടെന്ന് എത്തുമല്ലോ, നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവുകയും ചെയ്യാം. അപ്പോൾ നോക്കി കമ്പാരിറ്റീവ്ലി നമുക്കിപ്പോൾ ഒരു 50 കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട് $20 ആവുന്നുള്ളൂ. അത് ഭയങ്കര ലാഭം ശരിക്കും പറയുകയാണെങ്കിൽ. സിംഗപ്പൂരിന് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇറ്റ്സ് ഡാം ചീപ്പാണ്. പിന്നെ ഞങ്ങൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മുടെ ടാക്സി വന്നു ഗൈസ്. ഡ്രൈവർ ഇല്ലാടാ. ശരിക്കും മെട്രോക്കാളും ബെറ്റർ കാർ തന്നെയാട്ടോ ഞങ്ങൾക്ക് തോന്നണേ.
ബട്ട് നമുക്ക് ചിലപ്പം നാട്ടിൽ നിന്ന് വരുന്നവർക്കാണ് ചിലപ്പോൾ മെട്രോ പോകണമായിരിക്കും ഭയങ്കര രസം. കാരണം ചില മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാത്തവർ അല്ലെങ്കിൽ ആ ഒരു വൈബ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ മെട്രോ എടുത്ത് കഴിഞ്ഞപ്പോൾ ഭൂരിഭാഗം മെട്രോ ടണലിൻ്റെ ഉള്ളിൽ കൂടെയായിരുന്നു. അത് കുറേ ആൾക്കാരുണ്ടാവും, ഭയങ്കര തിരക്കായിരിക്കും, ഇരിക്കാൻ സീറ്റ് കിട്ടുന്ന വരില്ല, അത്ര ദൂരം നിൽക്കണം. പിന്നെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഇടയ്ക്ക് മാറി കയറണം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ടാക്സി എടുക്കുന്നതാണ് ഞങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. സുഖമായിട്ട് പോവാം, അതിൻ്റെ ഒപ്പം കാഴ്ചകൾ കാണാം, സിറ്റി കാഴ്ചകൾ കാണാം, കാറുകൾ കാണാം, ബിൽഡിങ്ങുകൾ കാണാം, അങ്ങനെ പറയാം. അടിപൊളി തന്നെ പുറത്ത് കാഴ്ച കാഴ്ച. നമുക്ക് അങ്ങളുടെ അടുത്ത് ഒരു പേര് വയ്ക്കാം ചൈനീസിൽ. പറഞ്ഞത് കറക്റ്റായ മതി, തെറിയാതിരുന്നത്. ചോദിച്ചോട്ടെ, സുസു നീ ഇത് മീൻസ് ആളവിടെ ഫോണിൽ പടം കണ്ടിരിക്കുക തന്നെയാണ്. ഫോടാ അത് പറയാറില്ല അവിടെ, പക്ഷെ അത് കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒഴിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ആള് എന്ത് ഒരാൾക്ക് മനസ്സിലാകാൻ പാടില്ല. ഇനി അത്താളെ പിടിക്കാം. ഇങ്ങനെ ആക്റ്റീവല്ല. നമ്മളിപ്പോൾ കാണുന്നതാണ് എന്താ പറയുക, ഇവിടുത്തെ ലോക്കൽ ഫ്ലാറ്റുകൾ. ഇത്ര നേരം സിറ്റിയിലായിരുന്നല്ലോ. ഇപ്പോൾ കാണുന്നതാണ് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഫ്ലാറ്റുകൾ. അതിന് മേലെ കൂടെയൊക്കെയാണ് ഈ നമ്മളീ പോകുന്ന എക്സ്പ്രസ് വേ തന്നെ ആയിരിക്കും തോന്നുന്നു. പോകുന്ന എക്സ്പ്രസ് വേ ഒക്കെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ടാക്സിയിലെ ടോൾ എടുക്കാൻ പോകണം. നമ്മൾ നേരത്തെ $20 പറഞ്ഞു കൺവേർഷൻ ഫീ, പക്ഷേ അതിൽ ടോൾ ഉണ്ടാവില്ല. പക്ഷെ നമ്മളിപ്പോൾ ടോളിൻ്റെ അകത്തൂടെ പോവാണ്. പക്ഷെ നല്ല ടോൾ ഉണ്ടെന്ന് കേട്ടായിരിക്കുന്നു. എന്താ കാർഡ് കൊടുക്കണം എന്ന് തോന്നുന്നു. എന്താ കാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സിറ്റ് നടത്തുന്നതായിരിക്കും കാശ്. ഇത് എവിടെയാണോ നമ്മൾ ഇറങ്ങണേ ആ എക്സിറ്റിനനുസരിച്ചായിരിക്കും കാശ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഈ കാർഡ് അവിടെ അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർ എമൗണ്ട് കാണിക്കായിരിക്കും. നമ്മൾ നേരത്തെ കൊടുത്ത കാർഡില്ലേ, ആ കാർഡും കൂടെ കൊടുത്തു. ആള് റീചാറ്റ് ഓപ്പൺ ചെയ്തിട്ട് റീചാറ്റിൽ പേയ്മെൻറ്റ് കൊടുത്തു. ആളത് കൊടുത്തു, റിസീവ് ചെയ്തു. ഇനി ഗാൻഡ്രി തുറന്നു. നമ്മളങ്ങനെ എങ്ങനെ ഏകദേശം ആ ഒരു ഏൻഷ്യൻ സിറ്റിയുടെ അകത്തേക്ക് കയറി തുടങ്ങി. ഞാൻ പറഞ്ഞാൽ ഇവിടെ മൊത്തം ഇപ്പം ലോക്കൽ റോഡുകളായി. നമ്മൾ വന്നത് മൊത്തം എക്സ്പ്രസ് വേ ആയിരുന്നല്ലേ. ഇപ്പം മൊത്തം ലോക്കൽ റോഡുകളായി, ലോക്കൽ കടകളായി. അങ്ങനെ നമ്മൾ ടാക്സി ഇറങ്ങി. നമ്മൾ പോകേണ്ടത് ആ ഡയറക്ഷനിലാണ്. പക്ഷെ നമ്മളിവിടെ ബബിൾ ടീ പോലത്തെ സാധനം കണ്ടു. അപ്പം ചെറുതായിട്ട് നല്ല ദാഹമുണ്ട്. അപ്പോൾ ബബിൾ ടീ കുടിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യം അവിടെ അന്വേഷിച്ച് തുടങ്ങിയതാണ്. നമ്മൾ വിചാരിച്ചും പോകേണ്ട സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ അന്വേഷിക്കാമെന്ന്. നമ്മളവിടെ എത്തി. വേണ്ടല്ല, നമ്മളൊരെണ്ണം പറഞ്ഞിട്ടുണ്ട്. ഇതാട്ടോ ഇവിടുത്തെ സ്കാനിങ് മെഷീൻ. കാശും പോയി. ഈ മെഷീൻ്റെ മേലെ നമ്മൾ സ്കാൻ ചെയ്യും. അങ്ങനെ കാശു നമ്മൾ മേടിച്ചാൽ എത്ര? 18. $3.4. നോക്കാം. പിന്നെ വില കുറവ് എവിടെയും കിട്ടുമെന്ന് പറഞ്ഞൂടാ. എന്നാലും രാഗരികത്തിൻ്റെ പുറത്ത് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ടോ നോക്കാം. അവിടെ വന്നേക്കട സ്ക്രീനിൽ എങ്ങനെയൊക്കെ മിക്സ് ചെയ്യേണ്ടതെന്ന് അന്ന് തോന്നുന്നു. കുറേ വെറൈറ്റി ഉള്ളതുകൊണ്ടായിരിക്കും. ശിശിനി മൈൻഡ് ഒന്നുമില്ല. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ?
കൊള്ളാം, മധുരമുണ്ട്. നല്ല തേയില. കൊള്ളാം. ഈ ബബിൾ ടീ എന്ന് പറഞ്ഞ സാധനം ചെന്നെങ്കിൽ ഇത് ബബിൾ ബബിൾ ടീ എന്ന് പറയണം. നാട്ടിലൊക്കെ ഉണ്ട് ഇപ്പോഴും. സിംഗപ്പൂർ ബബിൾ ടീ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഷുഗർ ലെവൽ ചോദിക്കും. പക്ഷെ ഇവിടെ ഷുഗർ ലെവലൊന്നും ചോദിച്ചില്ല. ഇങ്ങനെ അറിയാത്തതുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന അറിയാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. നമുക്ക് ടിക്കറ്റ് എടുക്കാൻ നോക്കാം. ഇതിനുള്ള പ്രൈസ് കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിന്ന് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ അട്രാക്ഷൻ്റെ ഫുൾ പാക്കേജ് എടുക്കാൻ പോവാണ്. ഫുൾ പാക്കേജ് എന്ന് പറയുമ്പം 80 യുവാൻ. 80 യുവാൻ എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ അടുത്തല്ല, സിംഗപ്പൂരത്തെ ഒരു $20 അടുത്ത്. അതെ, $20. 3 മണിക്കൂറേ കയറത്തുള്ളൂ എന്ന് പറഞ്ഞു, ഫുള്ള് വാക്ക് ചെയ്യാനാണെങ്കിലും. അതിന് വിചാരിച്ചു വൈ നോട്ട്, നമുക്ക് അതിന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഫ്രണ്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. മാപ്പും കാര്യങ്ങളൊക്കെ തരാനുണ്ട്. മാപ്പുണ്ട്, മാപ്പിൽ വഴി പറഞ്ഞു കൊടുക്കുക, എവിടെയൊക്കെ പോകണ്ടേ, ഏതൊക്കെയാണ് കറങ്ങണ്ടേ എന്നുള്ള കാര്യങ്ങൾ. നമുക്ക് ഗൈഡുകൾ വേണമെങ്കിൽ എനിക്ക് റെൻ്റ് എടുക്കാൻ തോന്നുന്നുണ്ട്, ആവശ്യമുള്ളവരാണ്. നമുക്ക് മാപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. മാപ്പ് ഇന്നത്തെ ഡോറെ കാണിച്ചു തരാം. നമുക്ക് വഴി തരാൻ പറഞ്ഞുതരാൻ പോണേ. ഇവിടെ അത്ര തിരക്കില്ല കേട്ടോ, നമ്മൾ ഉദ്ദേശിച്ച അത്ര തിരക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, തിരക്ക് കൂടുതലോടെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ട് അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷൻ അല്ലെങ്കിൽ ബുള്ളറ്റ് ട്രെയിൻ അതിൻ്റെ സ്റ്റേഷനിലൊക്കെ നല്ല തിരക്കുണ്ടാവും. അകലെ മറ്റേ മെട്രോയും ടാക്സിയും എടുത്ത് പോകേണ്ട സ്ഥലങ്ങളിലൊന്നും വലിയ തിരക്കുണ്ടാവില്ല. ഇവിടുത്തെ തിരക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇവിടെ കൊഴിഞ്ഞെടുക്കുകയാണ്. ഇത്ര തിരക്കൊന്നും. നമ്മൾ മെയിൻ അട്രാക്ഷൻ എത്തിയിട്ടില്ല, മെയിൻ അട്രാക്ഷൻ നടക്കുന്നുള്ളൂ. അവിടെ എങ്ങനെയുണ്ട് തിരക്കുണ്ടെന്ന് നോക്കാം. ഇവിടുന്ന് ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. ബോട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ തിരക്കാണ് ഈ ഒരു ഭാഗത്ത്. അങ്ങനെ വീടുകളുണ്ടെന്നില്ല, താമസിക്കുന്ന വീടുകളാണെന്ന് തോന്നുന്നു. നോക്കാം അല്ലേ, വീടുകളുണ്ടെന്ന് തോന്നുന്നു. റെസ്റ്റോറൻറ്റാണ് കൂടുതൽ. നൈറ്റ് ഉണ്ടല്ലോ, നൈറ്റ് ഒരു രക്ഷ ഉണ്ടാവില്ല. നൈറ്റ് കിടിലനായിരിക്കും. ചൈനയ്ക്ക് ഡേ ടൈമിലൊരു വ്യൂ, നൈറ്റിൽ അതിനേക്കാളും കിടിലൻ വ്യൂ ആണ്. സോറി ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ് തിരിച്ചെടുക്കുക. തിരക്കില്ലാന്ന് വിചാരിച്ചാണ് വന്നത്. ഇവിടെ പൂര തിരക്കാ. ഓക്കെ ഡാ, നല്ല തിരക്കുണ്ട്. ഇരു വഴിയിലാണെങ്കിൽ തീരെ തിരക്കൂല. നമുക്ക് ഈ വഴി ചൂസ് ചെയ്താലോ? മാപ്പ് മാൻ നോക്കട്ടെ, പിന്നെയാണ് ഡിസൈഡ് ചെയ്യാം നമ്മളൊന്ന് ഏത് വഴിക്ക് പോകണമെന്നുള്ളത്. അതെ, കാണേണ്ട സാധനമൊക്കെ ലെഫ്റ്റില്ല. നമുക്ക് പിന്നെ ആ ലെഫ്റ്റ് കൂടെ തന്നെ പോവാം. തിരക്കുണ്ടോ? കാണേണ്ട സാധനം ഈ 3 കാണുന്ന സാധനം എങ്ങനെ പോണം? ഞാനെങ്ങനെ പോയാലോ? കടകളുണ്ടാവില്ലെന്നുള്ളൂ, നമുക്ക് വേറെ വഴി പിടിക്കാം. ഇവിടെ ചിക്കനല്ലേ ഇത്? ചിക്കനല്ലത് ഡക്കിനെ പുഴുങ്ങിട്ട് വെച്ചേക്കുക. ഓ, അവിടെ ഒരു പുള്ളിക്കാരൻ നിൽക്കണുണ്ടല്ലേ പിന്നില്ലേ, ആളവിടെ എന്തിനാ നിൽക്കണമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. നമ്മൾ പോകേണ്ട വഴിക്കല്ല പോണേ, നമ്മളൊന്ന് കറങ്ങിയിട്ടാണ് പോണേ. അപ്പോൾ ആൾ പറയാണ് ഈ വഴിക്കല്ല പോകണ്ടേ, നോർമലി ആ വഴിക്കാണ് പോകണ്ടേ എന്ന് പറഞ്ഞിട്ട് റിമൈൻഡർ പല വെച്ചേക്കാം അവിടെ. എന്ന് പറഞ്ഞു ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. ഞങ്ങൾ ഈ വഴിക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഉണ്ടല്ലോ, ഈ വീടിൻ്റെ പിന്നാമ്പുറമൊക്കെ ഇല്ലേ, പിന്നാമ്പുറത്തോടൊക്കെ പോയിക്കൊണ്ടിരിക്കണേ വൈബ് പിടിച്ചിട്ട്. ആരും ഇങ്ങനെ പോയി കാണില്ല. നമ്മളത് അറിഞ്ഞുകൊണ്ട് പോണ കേട്ടാ, നമുക്കറിയാം. ചെറിയ രണ്ട് മീനുണ്ട്. ഫിഷിങ് ഏരിയ തോന്നുന്നുണ്ട്. അത് അപ്പുറത്ത് 2 അപ്പാന്മാരെ അടുത്ത് ഇരുന്ന് മീൻ പിടിക്കുന്നു. അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ നോക്കാം.
കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് സജൽ പറഞ്ഞോട്ട് യോജിക്കേണ്ടി വരും. ഇതൊരു ആലപ്പുഴ തന്നെ. നമ്മുടെ മാപ്പ് മാൻ വഴി തിരിച്ചിട്ട് നമ്മളെ വഴി തിരിച്ചിട്ട് ഏതൊരു കമ്പനിയാണെന്നുണ്ട്. കമ്പനിയുടെ വിളിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കമ്പനിക്കാരൻ പറഞ്ഞു, കമ്പനി അകത്തത് മോനെ ഇതല്ല വഴി അവിടെ തിരിഞ്ഞു പോകാൻ മകനെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ആക്കിയിട്ടുണ്ട്. പുറത്തേക്കെന്നല്ല, ആള് നൈസായിട്ട് പറഞ്ഞു വഴി എത്തി ആ വഴി കൂടെ പോണ്ടേ പിള്ളേരെന്ന് പറഞ്ഞു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ നേരത്തെ കയറി കമ്പനി ആയിട്ട് നേരെ കാണുന്നത്, പിന്നിൽ കാണുന്നത് നല്ല രസം. ഇതിനെ നടക്കുക, വെറുതെ ഈസി ഫ്രീ ആയിട്ട് നടക്കുക. അവിടുത്തെ ലോക്കൽസിൻ്റെ ലൈഫ് കാണാൻ പറ്റും, എങ്ങനെയാണ് അവർ ജീവിക്കുന്നതെന്നൊക്കെ. അതൊരു വൈബ്. കിടലിനുള്ള വെള്ളം കാണാൻ നല്ല രസമാണ്, അടിപൊളി. നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ജാക്കറ്റ് ഊരി, അങ്ങനെ ഇടുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് ചൂടുണ്ട്. ഇവിടെ ഇപ്പോൾ നല്ല വെയിലുണ്ട്. പക്ഷെ എല്ലാവരും ജാക്കറ്റിലാണ് നടക്കണേ. ഞാൻ എൻ്റെ ഒരു കംഫർട്ടിന് വേണ്ടി മാത്രം ജാക്കറ്റ് ഊരിയെന്ന് മാത്രം. ഇതെന്തുള്ളത് പോർക്കല്ലേ ഇത്? പന്നിയുടെ കാലി. നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്ത ഒരു അട്രാക്ഷൻ കാണാൻ വേണ്ടി പോവുകയാണ്. ക്യാമറ ലൈറ്റ് ഓക്കെ സെറ്റായി. അവിടെ എന്തെല്ലാം പറഞ്ഞോടെ നമ്മൾ രാവിലെ കണ്ട യുവാങ് ഗാർഡൻസിലെ സീറ്റിംഗ് ഏരിയ പോലെയൊക്കെ ഉണ്ട്. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ കയറിയ യുവാങ് ഗാർഡൻസില്ലേ, അതുപോലെയൊക്കെ തന്നെ. അതായത് കുറേ ബിൽഡിങ്ങുകൾ, വെള്ളം, കുറേ ഫോട്ടോ പോയിൻറ്റ്സ്, ഇങ്ങനത്തെ സ്ഥലങ്ങൾ. അത് കൂളാണത്. അത് ഉണ്ടാക്കി വെച്ചാണെന്ന് തോന്നിട്ടാ. അത് ഉണ്ടാക്കി വെച്ചാണല്ലേടാ. അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് വെച്ചേക്കണമെന്നുണ്ട്. മീൻസ് അത് ലൈറ്റ് ഉണ്ട്, പക്ഷെ അത് ഫോട്ടോസിന് ഇതിനൊന്നും എഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ടായിരിക്കും അവർ അതിനെ വല്ല കവറിങ് ആയിട്ട് ഇത് കൂട് പോലെ ഉണ്ടാക്കി വെച്ചേക്കണം. അത് അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ രാവിലെ പോയത് ചെറുതായിരുന്നു, പക്ഷെ ഇത് ഭയങ്കര വലുതാണ് ഗാർഡൻ. കൊള്ളാം. ഫിഷ് ഫുഡ് 2 യുവാൻ ബാഗിന്. 2 യുവാൻ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിഷിന് കൊടുക്കാനുള്ളത് കിട്ടും. നമുക്ക് കോഴിക്കാർപ്പിനെ നമുക്ക് സജിലാണ് ഫിഷ് ഫുഡ് സ്പോൺസർ ചെയ്യുന്നത്. നമുക്കിത് ഫിഷിന് ഇട്ട് കൊടുക്കാം. കുറേ ഉണ്ടല്ലോ. മല്ലന്മാരൊക്കെ അങ്ങോട്ട് പോയല്ലോ. രാവിലെ തീർത്താണ്. എന്താ പറയുക, സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വഴികളുണ്ട്, അവിടെ പോകാൻ പറ്റത്തുള്ളൂ. ആൾക്കാർ മൊത്തം ആ വഴികൾ നടക്കുന്നതുകൊണ്ട് നല്ല തിരക്കാണ്. ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ അത്രയ്ക്ക് തിരക്കില്ല. പുറത്ത് തിരക്കുണ്ട്, എന്നാലും ഇത് സെപ്പറേറ്റ് ആയിട്ട് പേയ്മെൻ്റ് ഉള്ളതുകൊണ്ട് അത്രയുള്ള തിരക്കില്ല. നമ്മളങ്ങനെ ചെറിയ ഹൈക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരത്തെ കയറിയിട്ട് തന്നെ നമ്മളൊരു മലമുകളിലെത്തി. ഇവിടെ ചെറിയൊരു ടേബിളൊക്കെ ഉണ്ട്. ഇത് മറ്റേ കളിക്കുന്നതല്ലേ, ഇത് ചെസ്സല്ല, വെള്ളയും ബ്ലാക്ക് വെച്ചിട്ട് അതിങ്ങനെ മറയാൻ പാടില്ല, അങ്ങനെ എന്തോ അല്ലേ? ബ്ലാക്കിന് ക്രോസ് ചെയ്തല്ലേ? മേ ബി ഇങ്ങനെ വെച്ച് പോയാൽ മതി. കണ്ടിട്ടുണ്ട്. ആ കളി കാണാത്തവർക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മളങ്ങനെ 2ാമത്തെ സ്ഥലത്ത് കയറി. വാട്ടർ കളറാണ് ഇവിടുത്തെ മെയിൻ. കാണിച്ചാലാട്ടാ, ഉണ്ടല്ലേ ഈ സ്ട്രീറ്റുകൾ മൊത്തം വാട്ടർ കളറ്. അടിപൊളിയായിട്ടുണ്ട് ക്യാൻവാസിൽ അല്ലേ? അടിപൊളി. ഇതിൻ്റെ അകത്ത് മൊത്തം ഇങ്ങനത്തെ വാട്ടർ കളറാന്ന് തോന്നുന്നു. മഞ്ഞുണ്ടാവും അവിടെ. മഞ്ഞ് പേരിക്കും അല്ലേ? മഞ്ഞത്തുള്ളൊരു വാട്ടർ കളർ കേട്ടോ അവിടുത്തെ. ഇതിൻ്റെ തൊപ്പി ഉണ്ടാക്കണം. ഇതൊക്കെ അല്ലേ, നല്ല രസമുണ്ട്. ഒരു മെറ്റീരിയൽ വെച്ചിട്ട് വൈക്കോല് പോലത്തെ മെറ്റീരിയലാണെന്ന് തോന്നുന്നുണ്ട്. കൊള്ളാം. ആര് ജയിക്കും ഈ യുദ്ധത്തിൽ? ആര് ജയിക്കും? ഫൈനൽ win again. High five. Where are you from? From India. Where? Kerala.
ഈ ഒരു ഫോട്ടോ ഇല്ലേ, ഈ ഫോട്ടോ വരച്ചത് ഇന്ത്യക്കാരനാന്ന് തോന്നുന്നു. പ്രഫുൽ സവന്ത് ബൈ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആളെ ഇൻസ്റ്റാഗ്രാമിൽ തപ്പി പുള്ളിക്കാരനുണ്ട്. പുള്ളിക്കാരൻ ഫോട്ടോ കാണുമെന്ന് പറഞ്ഞോടാ. എന്നാലും ഞങ്ങളൊരു സെൽഫി എടുത്തിട്ട് പുള്ളിക്കാരനെ അയച്ചു കൊടുത്തിട്ട് പുള്ളിക്കാരന് സന്തോഷമായിക്കോട്ടെ. കാരണം ആളുടെ ഫോട്ടോ കണ്ടിട്ട് ചൈനയിൽ നിന്ന് 2 ഇന്ത്യൻസ് സെൽഫി എടുത്ത് അയച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു സന്തോഷമായിരിക്കുമല്ലോ, ആൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആൾക്ക് 10,68,000 ഫോളോവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ റിപ്ലൈ ചെയ്യുന്നുള്ളതൊന്നും കൺഫേം ഒന്നല്ല. Orange. This orange, first round. This relief cough and multivitamins. This orange. Kilo sugar. സാധനം കൊള്ളാം. This green tea. Green tea, this oolong. Chinese oolong. എല്ലാം ട്രൈ ചെയ്ത് വയറ്. This oolong. അമ്മച്ചി എല്ലാം ട്രൈ ചെയ്യാൻ വേണ്ടി തരുന്നുണ്ട്. 2 cups tea and 500 ml hot water. And the tea is no sugar. If you like sweet, you can put some sugar in the water. അതായത് ആ തരുന്ന സ്മോൾ കപ്പിൻ്റെ അകത്ത് നിന്ന് 2 ടൈംസ് എടുത്തിട്ട് 500 ml ഹോട്ട് വാട്ടറിൽ ഇട്ട് വെക്കുക. ഷുഗർ ഓൾറെഡി അതിൻ്റെ അകത്ത് ഉണ്ടാവും. എത്രയാണെന്നുള്ളത് ഇതാ 309 യുവാനാണ് ഇതിൻ്റെ പ്രൈസ്. 260 ഗ്രാമിന് എത്രയും 209 യുവാനോ, $50, അറൗണ്ട് സിംഗപ്പൂർ $50. അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞത് 1.5 ഗ്രാമിന് 1 യുവാൻ. അങ്ങനെ ഒരു $50 ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് നഷ്ടം എന്ന് പറയണമെന്നില്ല. ഇതൊക്കെ നമ്മൾ ഇവിടെ വന്നാൽ തന്നെ നമ്മൾ ട്രൈ ചെയ്യുള്ളൂ. ഇനി ഇവിടെ കണ്ട വേറൊരു വെറൈറ്റി പറയട്ടെ. ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മുടെ സൈഡിലൂടെ പുഴ കൂടെ വഞ്ചി കൊണ്ടുവന്നുള്ളത് ബോട്ട് സംഭവം. പിന്നെ ആ ഒരു ഒറ്റ തുഴയുള്ളൂ. ആ തുഴ കൊണ്ടാണത് മുന്നോട്ടും പോകുന്നത്. ഈ ബോട്ട് തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ തുഴ കാണിച്ചു തരാം. ഒരു സ്പെഷ്യൽ ടൈപ്പുള്ളൊരു തുഴയാണ്. എന്താ ഇതെങ്ങനെ റൈറ്റിക്ക് ലെഫ്റ്റിക്ക് ആക്കിയിട്ട് ആണ് പോണേ. അത് കാണാൻ രസമുണ്ട്. കണ്ട ഒറ്റൊരു തുഴയിലാണ് അത് കൺട്രോൾ ചെയ്യണത്. നമ്മൾ സാധാരണ ഉള്ള 2 തുഴയൊക്കെ അല്ലേ കയാക്കിങ്ങിനൊക്കെ പോകുമ്പോൾ, ഒരൊറ്റ തുഴ കൊണ്ടാണ് ഇത്ര വലിയ ബോട്ട് ഫ്രണ്ടിലേക്ക് പോകണം. നമ്മളതിന് അടുത്ത അട്രാക്ഷൻ, 3ാമത്തെ അട്രാക്ഷൻ കാണാനായിട്ട് എത്തി. പഴയ മെഷീനാണത്. ടിക്കറ്റ് കയറി അകത്ത് കയറി. ഹേയ് ഇത് കൊള്ളാലോ. തത്തയാണ് തത്ത. തത്തമ്മേ പൂച്ച കിടലിനായിട്ടില്ലേ. നല്ല പഴക്കമുണ്ട്. കയറാനും പറ്റും മേലേക്ക്. ഇടിഞ്ഞു പൊളിഞ്ഞ് വീട്ടിലെന്ന് വിചാരിക്കുക. നമ്മളെത്തി. അകത്തൊന്നപ്പോൾ 2 മയിലിനെ ഉണ്ടല്ലോ. മയിലിനിത് അതെ, അത് ഒറിജിനലാണോ? ശരാ കാണുമ്പോൾ ഒറിജിനൽ പോലെ ഉണ്ട് കേട്ടോ. അത്രയും പെർഫെക്ഷൻ ഉണ്ടാക്കി വെച്ചേക്കണം ഇല്ലേ. അവനും കയറി വരുന്നുണ്ട്. കാണാൻ ഭയങ്കര ഒറിജിനൽ പോലെ ഉണ്ടാ. അത് ഒറിജിനലാണോ? അറിയാൻ പാടില്ല. പ്രിസർവ് ചെയ്ത് വയ്ക്കാന്നുള്ളതോ? ഇത് ഒറിജിനലാണെന്ന് തോന്നുന്നു. നമുക്കത് അവസാനിക്ക് ഇറങ്ങുമ്പോൾ ചോദിക്കാം. 2 ഉണ്ട്. അതിന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. ഐ മീൻ മയിലിൻ്റെ ഒപ്പമുള്ള 2 ഫോട്ടോസൊക്കെ എടുത്തു. അയ്യോ ഇത് ഇറങ്ങുന്ന സ്പൈറൽ കോണിപ്പടിയാണ്. നമുക്ക് പോകുമ്പോൾ അവരുടെ അടുത്ത് ചോദിക്കാം മയിൽ ഒറിജിനലാണോ അല്ലേ എന്നുള്ളത്. കാരണം ഭയങ്കര ഒറിജിനാലിറ്റി. അത് കാണുമ്പോൾ ഞാൻ ഉണ്ടല്ലോ വേറെ ഒറിജിനലാണെന്ന് തോന്നിപ്പോവും. അതുപോലത്തെ വേറെ വല്ലതും നോക്കിയൊക്കെ അവിടെ. ഇത് മറ്റേ കോഫി പൗഡർ പൊടിയാക്കണത്. അതായത് ഇതിൻ്റെ മേലെ കൂടെ കോഫി ബീൻസ് ഇടും. കറക്കി കഴിഞ്ഞാൽ പൊടിയായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ? അതാന്ന് തോന്നുന്നു. ചോദിക്കാനിവിടെ ആരുമില്ല. അപ്പോൾ നമ്മളതങ്ങ് വിശ്വസിക്കുകയാണ്. ഇങ്ങനെക്കാരുടെ ചില വീടുകൾ കണ്ടില്ലേ, ടേബിൾ ഇങ്ങനെ തിരിക്കുമ്പോൾ ടേബിൾ എക്സ്റ്റെൻഡ് ആവണത്. അതുപോലെ തന്നെ വിചാരിച്ച് നോക്കിയത്. പക്ഷെ അത് കറങ്ങണമൊന്നുമില്ല. നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് വന്നേക്കാട്ടോ. അതിൻ്റെ അകത്ത് തന്നെ വേറെ റൂം. അവിടെ ഇങ്ങനെ പഴയ പ്രതിമകൾ. നല്ല പഴകുന്നുണ്ടല്ലേ. മരമല്ലേ അവിടെ? അത് മരം തന്നെ. പഴയ പ്രതിമ. ഇത് ജെയ്ഡല്ലേ ഈ സാധനം അല്ലേ? അല്ലെന്നുണ്ടല്ലേ. ജെയ്ഡിൻ്റെ കളർ തോന്നണമെന്നുണ്ട്.
അതായത് നമ്മൾ ഈ കാണുന്ന സെയിം ടേബിള് 2012 ഓപ്ഷൻ വെച്ചായിരുന്നു, അത് ലേലത്തിൽ വെച്ചായിരുന്നു. ലേലത്തിൽ വെച്ചപ്പോൾ 30 മില്യൺ യുവാനാണ് ലേലത്തിന് പോയത്. 37 കോടി ഇന്ത്യൻ രൂപയ്ക്കാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ടേബിള്, അതുപോലത്തെ ഒരു ടേബിള് ലേലത്തിന് പോയെന്ന്. നമ്മൾ ചോദിക്കാൻ പോവാ പീക്കോക്ക് ഒറിജിനലാണോ എന്നുള്ളത്. തന്നെ തലയിലിടിച്ച് ചേർന്നത്. ഈസ് ദിസ് ഒറിജിനൽ? Yes. ഒറിജിനൽ? Yeah. ഓ Dyed recommend. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ശശിനി. അപ്പോൾ സംഭവം നമ്മുടെ സജിൽ പറഞ്ഞ പോലെ തന്നെ സംഭവം ഒറിജിനലാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് എന്താ പറയും, അപ്പോൾ അത് ഗൂഗിളിൽ തന്നെ കിട്ടും. എന്തോ ടാക്സിഡെർമി, അതൊരു ടൈപ്പ് ആർട്ടാണത്. അത് ഗൂഗിളിൽ കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. അത് നമ്മൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അറിയുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ നമുക്ക് 4ാമത്തെ സ്പോട്ട് അതെടുക്കാനായിട്ട് പോവാം. നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ ഏകദേശം തിരക്കായി തുടങ്ങി. നമ്മൾ ഈ വഴി സ്കിപ്പ് ചെയ്തിട്ടാണ് നടക്കെ ഇറങ്ങിപ്പോയത്. അപ്പം നമുക്ക് ഇത്രയും തിരക്കില്ലാതെ നമുക്ക് പോകാനായിട്ട് പറ്റി. പിന്നെ ഒരു ചേച്ചി നമ്മളെ പിടിച്ചു, മറ്റേ ലോങ് ടീ, മറ്റേ ഫ്ലവറിൻ്റെ ടീ മേടിക്കാനായിട്ട്. നമ്മൾ പറഞ്ഞു ഓൾറെഡി മേടിച്ചെന്ന്. നമുക്കിങ്ങനെ ഒരു സ്ഥലം കൂടി ഇല്ലടാ, ഒരു സ്ഥലം കൂടി ഉണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി അടുത്ത് കുറച്ച് ഡാൻസ് ആയാലോ? ഡാൻസ് അല്ല, ഇതിനെന്താ പറയാ, പേരറിഞ്ഞൂടാ. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ഒരു സ്റ്റോറി ടെല്ലിങ് പരിപാടി എന്താണെന്ന് തോന്നുന്നു. കാണിച്ചു തരാം. രസമാണ്. മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യണം, കാണാൻ കൊള്ളാം. കയറിയ പാലില്ലേ, അതായത് തുടക്കത്തിൽ നമ്മളൊരു പാലം കയറിപ്പോയില്ലേ, ആ പാലം കാണിച്ചു തരാം. കണ്ടാ, അതാണ് ആ പാലം നമ്മുടെ പിന്നിൽ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് കാണാൻ. വന്ന വഴികളൊക്കെ ഉണ്ടല്ലോ, കിടിലെന്ന് പറഞ്ഞാൽ കിടിലം വഴിയുണ്ട്. ഭയങ്കര ക്ലീനാണ്. അതായത് ഞാൻ കാണിച്ചു തരാം, ഒരു ടൂത്ത് പിക്ക് പോലും നമുക്കിവിടെ കാണാൻ പറ്റില്ല. അതിനൊക്കെ ആൾക്കാരെന്ന് പറയാം. കാരണം ഇതാ ഈ കാണുന്ന ആൾക്കാർ മൊത്തം അത് ക്ലീൻ ചെയ്യും. ഭയങ്കര കിടിലനാണ് ഇവിടുത്തെ ക്ലീനിങ് പരിപാടികളൊക്കെ. അങ്ങനെ നമ്മുടെ 4ാമത്തെ സ്ഥലം, നമ്മുടെ ടിക്കറ്റിലുള്ള 4ാമത്തെ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഇവിടെ നിന്ന് ആരും കയറിയത് കാണാനില്ലല്ലോ. അത് ആർട്ടുകാർ അറിയാം കേട്ടോ. ഹാൾ ഓഫ് പാലസ്. The power of magic. The power of magic. സീലാന്ന് തോന്നുന്നു. സീലാണ്. ഗോൾഡ് പെയിന്റാ. ഗോൾഡ് പെയിന്റ് ഉണ്ടായിരുന്നോ? ഒരു ഏരിയയിൽ മൊത്തം ഇതൊക്കെ ഇത് സീലാണോ? പാറ്റേൺ ബോക്സ്. എന്താ സാധനം നമുക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇത് കണ്ടെയ്നറാണ്. ഇത് 2, 3 കണ്ടെയ്നറാണ്. പക്ഷെ എന്തിനാണത് ഉപയോഗിക്കുന്നത്, എന്താണ് ഇട്ട് വെക്കുന്നതെന്ന് അറിഞ്ഞൂടാ. നോ ഐഡിയ. ചില്ലിൻ്റെ അകത്ത് സാധനം ഇട്ട് വെച്ചിട്ടുണ്ടോ? ബോൾ ഇൻ വിത്ത് മദർ ഓഫ് പേൾ ആൻഡ് ഓഫ് എ ലേഡി ഫിഗർ. പണ്ടത്തെ ഐറ്റൊക്കെ ആയിരിക്കും വില കൂടിയത്. നേരത്തെ കണ്ട സാധനം ഉണ്ടാക്കുന്ന പ്രോസസ്സ്. എന്താന്ന് പറഞ്ഞ അമ്മച്ചി? മറ്റേ ഈ സാധനം കണ്ടൊക്കെ ഓർമ്മയുണ്ടാവും. സ്വന്തം പേര് എഴുതിയിട്ട് മേടിക്കുന്നത്. ഇവിടെ ഇല്ലേ അത്? ഇവിടെ ഉണ്ട് അത്. സ്വന്തം പേര് എഴുതിയിട്ട് അവരിങ്ങനെ എഴുതി തരും. എന്നിട്ട് അതൊരു സുവനീർ പോലെ കൊണ്ടുപോകുന്നത്. നമുക്ക് അത് വരണം മേടിക്കാം പറ്റുകയാണെങ്കിൽ. അവർ ചൈനീസിൽ നമ്മുടെ പേര്, ചൈനീസിൽ പേര് എഴുതി തന്നിട്ട് അതൊരു
റോൾ ചെയ്യുന്ന പേപ്പറിൽ എഴുതി തരും. അത് സോവനിയറായിട്ട് കൊണ്ടുവന്നത് കുറേ പേര് വീഡിയോ കണ്ടിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചൈനയിലാണ്. നമുക്ക് ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ഇതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ കൂടുതൽ വിവരങ്ങൾ മെയിൻലി അറിയാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ കണ്ട പുഴ, നമ്മളിപ്പോൾ കണ്ടത് മൊത്തം പകലാട്ടാ. ഇതിൻ്റെ നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയമായിരിക്കും, ഭയങ്കര കിടലായിരിക്കും നൈറ്റ്. അതിൻ്റെ മേലേക്ക് നമ്മൾ അമ്മച്ചി ടീന്ന് കൊണ്ട് കൊണ്ടുപോകുന്നുണ്ട്. കാശ് കൊടുക്കുന്ന പരിപാടിയാണെങ്കിൽ നമ്മൾ നോക്കിയിട്ടേ ചെയ്യുള്ളൂ. കണ്ടിട്ടേക്ക് പോകുന്നത് ഫ്രീ ആവാനുള്ള ചാൻസ് ഇല്ല. നോക്കി നോക്കാം, നോക്കി നോക്കട്ടാ. ഇത് ഫ്രീ ആയുള്ള സെറ്റപ്പ് അല്ലെന്ന് തോന്നുന്നുണ്ട്. ഇത് റെസ്റ്റോറൻ്റാന്ന് തോന്നുന്നു. ഓ, ഇത് റെസ്റ്റോറൻ്റാണ് ഇത്. ഇത് ഫ്രീ അല്ല. നോട്ടാ ടീ കോമ്പിനേഷൻ. വൈറ്റ് ടീ മതിയോ? This tea, yes? Okay. How much? For this, two people for one, this Oh, together that money. 208 yuan. For this big, what I can get, I will eat gift. For this 是这样子，然后 another friend is this, together this, together, together. ഇതിൻ്റെ ആവശ്യമുണ്ടോ? വേണ്ട. എന്തിനാ? കാരണം നമ്മൾ ഓൾറെഡി ടീം മേടിച്ചിട്ടുണ്ട്, നമുക്ക് ഇറങ്ങാം. അമ്മച്ചി വിടണില്ല, അമ്മച്ചി അവിടെ അള്ളി പിടിച്ച് കേൾക്കുക. സാഹസിക അമ്മച്ചിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. നല്ല എന്താ പറയുക, നല്ല റേഞ്ച് ഉണ്ട്. പക്ഷെ നല്ലതായിരിക്കും ഇല്ല നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതിനുള്ള കോഫി കുടിക്കേണ്ട ആവശ്യം ഈ 2:30 നേരത്തെ നമുക്ക് ആവശ്യമില്ല. നമുക്കിനി കഴിക്കേണ്ടത് ലഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിനുള്ള കാര്യങ്ങളോട്ട് കടക്കാൻ നോക്കാം. താഴെയുള്ളത് ഉപ്പാട്ടാ, മേലുള്ളത് ഒറിജിനലാണ്. നമ്മളങ്ങനെ കാണാൻ വന്ന ഏൻഷ്യൻ്റ് വില്ലേജ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. നമ്മളെ പ്ലാൻ വെച്ചിട്ട് ഡംപ്ലിങ്സ് ട്രൈ ചെയ്യാമെന്നാണ് സജിൽ പറയണത്. അപ്പോൾ പിന്നെ നമ്മൾ അത് അന്വേഷിച്ചിട്ട് പോവാണ്. ഒരു കട കണ്ടുപിടിച്ചിട്ടുണ്ട് പുള്ളി. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിക്കണം. എന്നിട്ട് നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി നമ്മൾ ഇവിടുത്തെ പരിപാടികൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ ഇതിൽ നൈറ്റ് വ്യൂ ഒന്ന് കാണാൻ ഒരാഗ്രഹം ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ വിചാരിച്ച് വീട്ടിൽ പോയിട്ട് വേറെ പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ തന്നെ തട്ടിമുട്ടി അടുത്തുള്ള സ്ഥലങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി കണ്ടിട്ട് തിരിച്ച് നൈറ്റ് ആകുമ്പോൾ 1 മണി വന്നിട്ട് നൈറ്റ് വ്യൂ ഒക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നാളെയാണ് നമ്മുടെ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര. എന്നിട്ട് പോയിട്ട് നമുക്ക് പാക്കൊക്കെ ചെയ്തിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. ആദ്യം നമുക്ക് ഫുഡ് കഴിക്കാം. സമയം ഇപ്പോൾ 3 മണിയായി. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല. നമുക്കതൊന്ന് സെറ്റ് ചെയ്യട്ടെ. ഇനി ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമായിട്ടാണ്. നേരത്തെ ഞാനൊരു വീഡിയോ എടുത്തായിരുന്നു മറ്റേ സ്ട്രീറ്റൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊരു യൂണിഫോം ഇട്ട വർക്കേഴ്സാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴേ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം ഒരു കപ്പിൾ വെറുതെ, അതായത് 2 പേര്, ഹസ്ബൻഡിനെ വൈഫാന്ന് തോന്നുന്നു, 2 പേര്. അവർ മാത്രമല്ല, നേരത്തെ ഒരു പുള്ളി, ഇവരൊക്കെ കയ്യിൽ മറ്റേ പിക്കറില്ലേ, വേസ്റ്റ് പിക്കർ, അതും പിന്നെ ഒരു കവർ പിടിച്ചിട്ട് ഒരു വെറുതെ നടക്കുകയാണ് വേസ്റ്റ് പിക്ക് ചെയ്യാനായിട്ട്. അത് എന്ത് ബേസിലാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അവരുടെ സ്ട്രീറ്റ് കിടലിനായിട്ട് കീപ്പ് ചെയ്യാനാണോ എന്താണെന്ന് അറിഞ്ഞോട്ടെ. അപ്പോൾ നമ്മൾ ഡംപ്ലിങ് കഴിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കുറേ അധികം വെറൈറ്റി ഉണ്ട് അവിടെ. അവിടെ ഡംപ്ലിങ്സ് മാത്രമുള്ളതെന്ന് തോന്നുന്നു. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് ഇത് ഓർഡർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയോട്ടെ കേട്ടോ. എന്തൊക്കെയുള്ളത് നമ്മളതിന് ഒരു സെറ്റ് പോർക്കല്ലേ, ഒരു സെറ്റ് 14 എണ്ണത്തിൻ്റെ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. ഞാനത് കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത സെറ്റ് പറയണുള്ളൂ. 14 എണ്ണത്തിന് 15 യുവാൻ എന്ന് പറയുമ്പോൾ $3 അല്ലേ? 14 പീസിന് $3 സിംഗപ്പൂർ ഡോളറായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ $3 താഴെ ഉള്ളൂ. അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ആദ്യം വരട്ടെ. അത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് ഓർഡർ ചെയ്യാം. ഞങ്ങൾ പറഞ്ഞ സാധനം ഡബ്ബിങ്സ് എത്തിയിട്ടുണ്ട്. എനിക്കത് കഴിക്കണത് എങ്ങനെ നോക്കാം. നമ്മൾ കഴിക്കണത് നോക്കിയിട്ട് പുള്ളിക്കാരൻ അവിടെ നിൽക്കുന്നുണ്ട്. അത് വേണോ? സാറ് എടുക്കുന്നതാണ് അവിടെ. ടേസ്റ്റ് ഉണ്ടാവും. ആ സിസ്റ്റമിൽ ടേസ്റ്റ് ഉണ്ടാവും. മറ്റേ പുകയാണോ ചൂടാണ്? നല്ല ചൂടുണ്ട്.
നമുക്ക് ഉണ്ടാക്കിയ ആളാട്ടാ പുള്ളിക്കാരനാണ് നമുക്ക് സ്പെഷ്യലായിട്ട് സാധനം ഉണ്ടാക്കിയത്. കാണാല്ലേ അതിനുണ്ട് ചൂടുണ്ടല്ലേ. ഇത് മതിയാവില്ല ചിലപ്പോൾ തോന്നുന്നു നമുക്ക്. നല്ല ഇഞ്ചി പറഞ്ഞാലോ ഡ്രിങ്ക് കൂടിയും പറയാം. ഡ്രിങ്ക്സ് കൂടി പറഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. ആണ് ചൈനീസ് പെപ്സി, സോറി ചൈനീസ് 7up അല്ലടാ, സ്പ്രൈറ്റ്. ഇതിൻ്റെ വേറെ ഓപ്പണിങ് പൊളിച്ചെടുക്കണം. രണ്ടെണ്ണം എക്സ്ട്രാ കഴിച്ചു. കണക്കുകളൊന്നും ശരി. ചൂടുണ്ടോ അപ്പോൾ? ഏയ് കറക്റ്റ് സർവൈവ് ചെയ്യാം. ഫസ്റ്റ് പൊട്ടല് നമ്മളെങ്ങനെ സെക്കൻഡ് സെറ്റ് ഓർഡർ ചെയ്തു. ആദ്യത്തെ സെറ്റ് പഴം പോലെയാണത്, ചൂടപ്പം പോലെ. സെക്കൻഡ് സെറ്റ് നല്ല ചൂടുണ്ട്. പുള്ളിക്കാരെ തന്നു, പുള്ളിക്കാരൻ അവിടെ പോയിട്ടിരുന്നു. പുള്ളിക്കാരനെ കഴിക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് പുള്ളിക്കാരൻ കഴിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര വഴുക്കല്. ഇത് ഫ്രൈഡ് അല്ല, നേരത്തെ തന്നെ പാക്കേജ് വ്യത്യാസം ഉണ്ടായിരുന്നില്ലേ? പാക്കേജ് വ്യത്യാസം വെള്ള ഇത്തിരി കുറവായിരിക്കും, ഇതൊരു വൈറ്റിഷാണ്. സാധനം കൊള്ളാം, കിട്ടില്ല. ചൈനയിൽ വരുന്നവരെന്തായാലും ഡബ്ലിങ്സ് വെറൈറ്റി. നമ്മളിത് രണ്ടും പോർക്കല്ലേ, രണ്ടും പോർക്ക്. ബീഫിൻ്റെ ഉണ്ടായിരുന്നില്ല ഇവിടെ? ഉണ്ടായിരുന്നോ? ഇവിടെ ബീഫിൻ്റെ ഉണ്ടായിരുന്നില്ല, പോർക്കിൻ്റെ. ഇനി ബീഫിൻ്റെ ട്രൈ ചെയ്യണം, ചിക്കൻ്റെ ട്രൈ ചെയ്യണം. പിന്നെന്തുണ്ടാവുക? ഫിഷിൻ്റെ ഉണ്ടാവുമോ? ഫിഷിൻ്റെ ഉണ്ടാവില്ലായിരിക്കും. ഞാൻ വെറുതെ പറഞ്ഞല്ല, കണ്ട ഇതുപോലെ കുറേ പേര് ഇങ്ങനൊരു സ്റ്റിക്കും പിടിച്ചിറങ്ങുന്നുണ്ട്. അതെന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അതിങ്ങനെ അവരുടെ സ്ഥലം ക്ലീനായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമമാണെന്ന് തോന്നുന്നു. ഞാൻ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇത് ചോദിച്ചു നോക്കി നോക്കാം. ചോദിക്കാൻ പറഞ്ഞാൽ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് ചോദിച്ചു നോക്കി നോക്കാം. നമ്മളവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ടാണ്. അത് മൊത്തം 28 ഡംപ്ലിങ്സ് പോർക്കിൻ്റെ കഴിച്ചു. അത് കിടലായിരുന്നു, സാധനം കൊള്ളായിരുന്നു. ഏകദേശം വയറൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്നുള്ളത് 15 ആയിരുന്നോ? 15 14 അങ്ങനെയായിരുന്നു. 15 അപ്പോൾ 30 പീസ്, പിന്നെ 2 ഡ്രിങ്ക്സ്. മാൻ മൊത്തം എത്രയാണ് മൊത്തം ബില്ല്? $37 പറയുമ്പോൾ സിംഗപ്പൂരിലെ $6 എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ 360. പിന്നെ നമ്മുടെ അടുത്ത പ്ലാൻ എന്താ? അടുത്ത പ്ലാൻ ഇരുട്ടാവാൻ വെയിറ്റ് ചെയ്യുക, അല്ലാതെ വേറെ പ്ലാനൊന്നുമില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ഷൂജിൻ ജാവോ ഹ്യൂമാനിറ്റീസ് ആൻഡ് ഹിസ്റ്ററി എക്സിബിഷൻ സെൻറ്റർ. ഇത് ഫ്രീ ആണോടാ? ഫ്രീ എന്ന് തോന്നുന്നില്ലേ? ഓക്കെ, താങ്ക് യു. ഇത് ഫ്രീ ആണ്. ഓ, ഇതിനകത്ത് വരുമ്പോൾ സുഖമല്ലേ? തണുപ്പ് കുറവാണ്, പുറത്തല്ല തണുപ്പ്. ഇതാണ് പണ്ടത്തെ ചൈന എന്നാണ് പറയണത്. പണ്ടത്തെ ചൈനക്കാർ കൃഷിയൊക്കെ ചെയ്ത് നാട്ടിൽ ഇന്ത്യൻസ് അല്ല, നാട്ടിലത്തെ പണ്ടത്തെ ആൾക്കാർ എങ്ങനെയായിരുന്നു അതുപോലെ. ഇത് 300. ഇത് ഷാങ്ങായി ഏരിയത് മാത്രമേ ഇരിക്കുമോ? അവിടെ അമർത്തരുതെന്നാണോ അമർത്തണം എന്നാണോ? നമ്മളിവിടെയാണെന്നില്ലേ? ഓക്കെ. വേട്ടയാടി ജീവിക്കുന്ന ആൾക്കാർ
ചൈനീസ് ഫേസ് പോലെ ഉണ്ട്. കൊടയാ? ആ കൊടാലി. കൊടാലി. എൻ്റെ മോനെ കിടലായിട്ടുണ്ട്. ഉള്ളിലൊരു ടെമ്പിള് പോലെ ഉണ്ടല്ലേ? അതന്നെ, ഉള്ളിലൊരു ടെമ്പിള് ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. മറ്റേ ഫൈബറല്ലേ? ഒപ്റ്റിക്കൽ ഫൈബർ. ഇത് ഇവിടുത്തെ ഹെറിറ്റേജ് സെൻ്റർ കേട്ടോ. ഫ്രീ ആണ് ഇവിടെ കയറാനായിട്ട്. ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ കയറാൻ ഫ്രീ ആണ്. നമ്മൾ അവിടെ ഇരുന്ന് നേരം കഴിഞ്ഞ ഭേദം നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി വന്നിട്ട് ഇത് ഓയിൽ ഫ്ലെക്സ് ആവുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ചൈനീസിൽ ഡിസ്ക്രിപ്ഷനും ഉണ്ട്. ഇത് AI അല്ലേ? അപ്പോൾ വീടുകൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ വന്ന സ്ഥലത്തിൻ്റെ ആയിരിക്കും അല്ലേ? കാരണം അത് ഈ പുഴ ഉള്ളതുകൊണ്ട് നമുക്ക് ആണ് തോന്നുന്നു. നമ്മൾ വന്ന സ്ഥലത്തിൻ്റെ ഏരിയകളാണ് ഈ പറഞ്ഞത്. റൈസ് ട്രേഡ്. ഓ, മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഒറിജിനൽ പോലെ ഉണ്ടല്ലേ? നല്ല എറക്സിൻ അല്ലേ പറയാ? അയ്യോ പേര് പറഞ്ഞു. അതന്നെ റെസിൻ നട്ട്സ്. അതിന് ഉപയോഗിക്കുന്ന റെസിനാണത്. അത്ര എളുപ്പമില്ല. ഈ ഹോള് ചെറിയൊരു എക്സിബിഷൻ സെൻറ്റർ. നമ്മളൊരു കോഫി കുടിക്കാൻ വിചാരിച്ചു. നീ കഴിക്കുന്നത് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട്. What is dirty? Dirty is a cup like this, then this much milk, then the top it's a espresso. Oh, The coffee fall into the Milk. look like dirty. dirty. ഞാനത് Kind of പറയാം. dirty. Yes. ഞാനൊരു ഡേറ്റ് പറയാം. So one dirty. Yeah. Yeah, one latte. Okay, that's it. Yeah, that's it. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്ലീൻ ചെയ്യുന്നവര് അതുപോലെ അമ്മച്ചിമാര് ക്ലീൻ ചെയ്യണണ്ട. ഇവർക്കൊന്നും യൂണിഫോം ഇല്ല, പക്ഷെ ഇവരും ക്ലീൻ ചെയ്യുന്നുണ്ട്. എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ നമ്മുടെ കോഫി എത്തി. അവിടെ വീഴുന്നുണ്ടോ? ഞാൻ ഓർഡർ ചെയ്ത ഡേറ്റ് എന്ന സാധനമാണ്. ഡേറ്റിയുടെ താഴെ വീഴുന്നുണ്ടെന്ന്. ഇതെന്തുകൊണ്ടാണ് ഡേറ്റ് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലത്തെ കോഫി താഴത്തേക്ക് ഇങ്ങനെ വീഴും. അതുകൊണ്ടാണ് അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത്. ഇപ്പം മേലെ കോഫി ടേസ്റ്റ് മിക്സ് ചെയ്യണോ അതിനെ? അതിനുണ്ട് വേറൊരു ടേസ്റ്റ്. പാല് ഒരു കോക്കനട്ട് മിൽക്കാണോ ഒരു സംശയം കൊള്ളാലോ. അല്ലേ? You like your coffee? Yeah, this one need to Need to stir? I need to stir? this one need to stir or just direct? Drink. Um, No, you drink. The idea is like you have a both taste. Like this is strong, and then you drink like you take a big sip. So together. Oh, together, yeah, okay. Yeah, together with this. Don't need a straw. That's the idea. It's like you have the both espresso and then the big one. Yeah, Big coffee. it's a kind of a interesting. ആ കാണുന്നതാണ് ഇവിടെ ചെടി നനയ്ക്കുന്നത്. വർഷത്തിൽ 1-2 പ്രാവശ്യം ഇവിടെ മഞ്ഞ് പെയ്യാറില്ലെന്ന് പറഞ്ഞാൽ. ചില ഇയറിലൂടെ മഞ്ഞ് പെയ്യാറില്ല ഈ ഭാഗത്ത്. അതുകൊണ്ടായിരിക്കണം ഇവിടെ ഇങ്ങനെ നനയ്ക്കണത്. ആ ഒരു കഫേ എന്നാണ് നമ്മൾ കോഫി കുടിച്ചത്. നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷ അറിഞ്ഞാൽ പറഞ്ഞ് സംസാരിക്കാം. ആ പുള്ളിക്കാരി കിടലായിട്ട് ഇംഗ്ലീഷ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡൗട്ടായി എങ്ങനെയാണ് പുള്ളിക്കാർ ഇംഗ്ലീഷ് പറയുന്നത്. നമ്മളടുത്ത് എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു ഇന്ത്യ എന്നാണ്, പക്ഷേ
സിംഗപ്പൂരിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു കുറച്ച് വർഷങ്ങളായിട്ട്. അപ്പോൾ അവർ പറഞ്ഞു അതാ നിങ്ങൾക്ക് ഭയങ്കര വർത്താനം പറയണതിൽ ഭയങ്കര ഇതുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആള് കുറേ കാര്യം സംസാരിച്ചു. പിന്നെ വിസ വേണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് വിസ വേണം. അപ്പോൾ പുള്ളിക്കാരി മാപ്പിക്ക് നോക്കിയിട്ട് പറഞ്ഞു ചൈനയും ഇന്ത്യയും ഭയങ്കര അടുത്താണല്ലോ, ഒരു മലയുടെ ഡിഫറൻസ് ഉള്ളൂ, പിന്നെ എന്താ അങ്ങനെ വിസയുടെ ആവശ്യം, വിസ ഫ്രീ ഒക്കെ ആക്കണ്ടേ അല്ലേ, അതൊക്കെ ചോദിച്ചു. പിന്നെ വന്നു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരി പറഞ്ഞത് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് അമേരിക്കനാണ്. 2005 അവരിവിടെ മീറ്റ് ചെയ്തു. നല്ല തണുപ്പുണ്ട് കേട്ടോ, കൈയൊക്കെ വിറക്കണ ചെറുതായിട്ട്. 2005 ഇവിടെ മീറ്റ് ചെയ്തു. 2010-15 അവർ മാരേജ് കഴിഞ്ഞു. പുള്ളിക്കാരനോടെ കമ്പനി ഉണ്ട്, ഇതവളുടെ സ്വന്തം കഫേ. അങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചു, കുറേ സംസാരിച്ചു കേട്ടോ. പിന്നെ കോഫി ഇടലായിരുന്നു, അങ്ങനെ കുറേ കാര്യം സംസാരിച്ചു. നമ്മളടുത്ത് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്തിട്ടാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. നമ്മളിപ്പോൾ തിരിച്ച് നമ്മൾ നേരത്തെ കയറിയ വില്ലേജല്ലേ, അതായത് ആൻസിൻ്റെ വില്ലേജ്, അവിടെ തിരിച്ച് വന്നേക്കാണ് സൺസെറ്റൊക്കെ കാണാനായിട്ട്. അവിടെ നോക്കുമ്പോൾ ഒരു സൺസെറ്റ് കാണാനുണ്ട്, പിന്നെ നൈറ്റ് വ്യൂവും കാണാനായിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കുള്ളതായിട്ട് തോന്നുന്നില്ല, പക്ഷെ നമ്മൾ വേറൊരു എൻട്രി കൂടെയാണ് കയറിയത്, അതുകൊണ്ടാണോ തിരക്കില്ലാത്തെന്ന് അറിഞ്ഞൂടാ. ഇല്ല തിരക്കില്ല, കണ്ട ബോട്ടിലൊക്കെ കാലടിച്ചിട്ട് ബോട്ടൊക്കെ പോണപ്പോൾ ബോട്ടുകളൊക്കെ ഒതുക്കി. വേറെ വഴിയിൽ കണ്ട വേറൊരു അമ്പലം. കറക്റ്റ് ടൈം 5 മണി, അത് അടച്ചു. ഈ ഒരു വില്ലേജിൻ്റെ നൈറ്റ് ബ്യൂട്ടി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കിടലിനായിരിക്കും അല്ലേ, ഇവിടെ ആയിരിക്കും സെറ്റെന്ന് തോന്നുന്നു. കാരണം ഈ പിന്നിലാണെന്നാണ് മൊത്തം ആ ഒരു വില്ലേജ്. നമുക്ക് ഇവിടെ അങ്ങ് സെറ്റിലാവാം. സജിൽ സെറ്റിലായി നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട്. ഞാനും ഇവിടെ തന്നെ സെറ്റിലാവാണ്. നമ്മളങ്ങനെ രാത്രി കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നല്ലോ. ഇതാണ് രാത്രി, അടിപൊളിയല്ലേ. രാത്രി ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതാണ് ഇതുപോലെ. വേറെ വീടുടെ ടൈം ലാപ്സ് എടുത്തിട്ടുണ്ട്, അത് ഞാനിതിൻ്റെ ഇടയിൽ അറ്റാച്ച് ചെയ്യാം. അതും കിടലിനാണ്. ഞങ്ങളൊരു ടി ജംഗ്ഷനിൽ പോയിരുന്നിട്ട് ഞങ്ങളൊരു ടൈം ലാപ്സ് എടുത്തായിരുന്നു ഐഫോണിൽ, അതും കിടലിനായിരുന്നു. നൈറ്റ് ആയി കഴിഞ്ഞപ്പോൾ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, കടകളൊക്കെ അടച്ചു തുടങ്ങി. എന്താ പറയുക, തിരക്കുകളൊക്കെ മാറി, സ്ട്രീറ്റിലൊക്കെ ആളുകളൊക്കെ മാറി തുടങ്ങി. റെസ്റ്റോറൻറ്റുകളൊക്കെ ആൾക്കാരൊന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ മറ്റേ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ആ ആൻസിൻ്റെ വില്ലേജിൻ്റെ അകത്ത് കയറിയല്ലോ. അപ്പോൾ നമ്മൾ പോകുന്ന മുന്നേ തന്നെ അവിടെ ചെടി നനയ്ക്കുന്ന കണ്ടില്ലേ, ആ നനയ്ക്കൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും നനച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഇപ്പോഴും ആ വർക്കേഴ്സ് നനച്ചുകൊണ്ടിരിക്കുക. 2 വണ്ടിയിൽ നിന്നിട്ട് കണ്ടോ. നമ്മളുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് ടാക്സി എടുത്തിട്ട് നമ്മൾ രാവിലെ ഒരു സ്ഥലത്ത് പോയില്ലേ, യുവാങ് ഗാർഡന്, അവിടുത്തെ നൈറ്റ് വ്യൂ നമ്മൾ കണ്ടിട്ടില്ല, പകൽത്ത് വ്യൂ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ സെയിം ടാക്സിന് എടുത്തിട്ട് അങ്ങോട്ട് പോന്നു. അവിടെ നിന്ന് നൈറ്റ് വ്യൂ കണ്ടിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ട്രെയിൻ എടുത്തിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് പോകണം. നമ്മളങ്ങനെ ടാക്സി എടുത്തിട്ട് നമ്മളിനി രാവിലെ പോയ നേരത്തെ പറഞ്ഞ യുവാങ് ഗാർഡൻ, അതന്നെ. നമ്മളങ്ങനെ ടാക്സിയിൽ നിന്ന് ഇറങ്ങി. ടാക്സിയിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അറൗണ്ട് ഒരു 181 യുവാൻ ടാക്സിക്ക് കൊടുത്തു. $34 സിംഗപ്പൂർ ഡോളർ. പക്ഷെ അത്യാവശ്യം കിലോമീറ്റർ ഓടി. നമ്മളങ്ങനെ രാവിലെ വന്ന ഇതന്നെയാണ് നമ്മൾ രാവിലെ വന്നിട്ടുണ്ടായിരുന്നത്. വേറൊരു സൈഡാന്ന് തോന്നില്ലേ, ഏത് ഇവിടെ ചെന്നില്ല. ഈ ബിൽഡിങ്. ഓക്കെ. പിന്നെ ഇതിൻ്റെ നൈറ്റ് ഭംഗി കാണണ്ടേ, ഇപ്പോൾ കാണിച്ചു തരാം. ഈ റോഡ് അടച്ചെന്ന് തോന്നുന്നു. രാവിലെ വരുമ്പോൾ
ദൂരെ ടാക്സിയും കാര്യങ്ങളൊക്കെ ഓടിയിരുന്നല്ലേ? യാത്രയായപ്പോൾ സെറ്റ്, വഴിയൊക്കെ അടച്ചു. നൈസ് വൈബായി. ഇത് കാണാതെ വീട്ടിൽ പോയിരുന്നെങ്കിൽ ടാക്സി കാശ് നഷ്ടമായിരുന്നു. അല്ലെങ്കിൽ ഇവിടെയാണോന്ന് പറഞ്ഞുകൂടാ. ഞാൻ വരുന്നതിന് മുന്നേ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗ് സിംഗപ്പൂര്, പുള്ളിക്കാരി പറഞ്ഞായിരുന്നു ഇവിടെ വരുമ്പോൾ മറ്റേ ബൊമ്മ പോലത്തെ വേഷം കിട്ടിയ ആൾക്കാരുണ്ടാവും ചൈനയിൽ. അവരൊപ്പം വന്നിട്ട് ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്തതിന് ശേഷം അവർ കാശൊക്കെ ചോദിക്കും. അപ്പോൾ അവരുടെ അടുത്തൊക്കെ സൂക്ഷിച്ചു കണ്ട് നിന്നോളോ, അത് നോക്കിക്കോളം എന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ വന്നപ്പോൾ അതിനെ കുറച്ച് നേരം കണ്ടു. പക്ഷെ അത് അവരെല്ലാം തോന്നുന്നു അതവർ ഡ്രസ്സ് സെൽഫായിട്ട് റെൻറ്റിന് എടുത്തിട്ടേ അവർ ജസ്റ്റ് ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ട് വന്നേക്കാന്ന് തോന്നുന്നു. നമ്മളടുത്ത് അങ്ങനെ വന്ന് നിൽക്കൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ രാവിലെ പോയപ്പം ഒരാൾക്കാരില്ലാതിരുന്ന കടയാട്ടെ ഞാൻ കാണിച്ചത്. ഇപ്പോൾ നൈറ്റ് വ്യൂ ഫുൾ ആൾക്കാരായി ഇപ്പോൾ ഇവിടെ. ഇവിടെ ശിനി കാണാനല്ല ഭംഗിയുണ്ടല്ലേ വരുന്നവരനെ കാണാൻ. നമ്മളിനി മറ്റേ ആ ഒരു അമ്പലം ഉണ്ടായിരുന്നില്ലേ നമ്മൾ ഉള്ളിൽ കയറിയിട്ട് കണ്ടത്, അവിടേക്കാണ് നമ്മളിനി പോണത്. നമ്മൾ രാവിലെ വന്ന അമ്പലല്ലത്. എൻ്റെ ഇപ്പം നിർത്തില്ലെങ്കിൽ വീട്ടിൽ തന്നെ എടുത്ത് അടിപൊളി. ഇപ്പം ലൈറ്റ്സ് മൊത്തം നോർമൽ വാട്ടർ ആയിരുന്നു, മൊത്തം ബ്ലൂ കളറായി. അവർ മറ്റേ വെള്ളത്തിൽ പുക പോലത്തെ സാധനം ഇട്ടിട്ടുണ്ട്. ഇപ്പം കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് ഇവിടെയൊക്കെ ഫുള്ള് തിരക്കായിട്ടാ. ഫുൾ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ ഇവിടെ ഫുള്ള് ആൾക്കാർ ഫുള്ള് തിരക്കായി. ഇത് വേറൊരു ആംഗിള്. നൈറ്റ് രക്ഷയില്ല, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ആൾക്കാർ മൊത്തം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങിയേക്കാണ്. രക്ഷയില്ല, നല്ല തിരക്കുണ്ട്. ഇപ്പൊ തിരക്കുണ്ട് സ്ട്രീറ്റില്. ഫുഡ് കഴിക്കാം. നല്ല കോസ്റ്റ്ലി ആവുന്ന പോലെ 52-60 കാണിക്കുന്നത്. ഇത്രയും വേണോ? നോക്കാം, നമുക്ക് പുറത്തിറങ്ങിയിട്ട് കടകളുണ്ട് നോക്കാം. ആ സൈഡിൽ കുറച്ച് കടകൾ കണ്ടില്ലേ, ആ മറ്റേ ബുക്ക് സ്റ്റാള്, മറ്റേ ആ വീപ്പക്കുറ്റിയുടെ മേലെ ഇരിക്കണത്, അത് നോക്കി നോക്കാം. ഫുഡ് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോവാം. അപ്പോൾ പിന്നെ നേരെ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാൻ മതിയല്ലോ. നേരെ പോയി കുളിക്കുക, ഫയൽ കോപ്പി ചെയ്യുക, കിടന്നുറങ്ങുക. എന്നിട്ട് പാക്കിംഗ് അല്ല, ഇന്ന് പാക്ക് ചെയ്തിട്ട് ഉറങ്ങണം. നാളെ നമുക്ക് വേറൊരു സിറ്റി, വേറൊരു സ്ഥലം, വേറൊരു സ്റ്റേ. എന്താ പറ നിങ്ങളൊക്കെ? അവൻ വിഴുങ്ങി ലെഫ്റ്റ് അല്ലേ? ഓഫ് ചെയ്ത് പറയുന്നിട്ട് കട്ടായി. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കടകൾ അന്വേഷിക്കുകയാണ്. കടകളിവിടെ ഉണ്ട്, കടകൾക്ക് ഇവിടെ ഒരു പഞ്ഞുമില്ല. പക്ഷെ നമുക്ക് ടേസ്റ്റുള്ളതാണല്ലോ, നമുക്ക് കഴിക്കാൻ പറ്റണമല്ലോ. അതുകൊണ്ട് നമ്മളൊരു അറ്റം തൊട്ടങ്ങ് പിടിക്കുകയാണ്. അറ്റം തൊട്ടിട്ട് നമ്മൾ നടന്നു വരും. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണോ അത് നമ്മൾ കഴിക്കും. ബിഗ് ബീഫ് ഉണ്ട്, ഇതാ ലാമ്പ് ഉണ്ട്, ലാമ്പ് മറ്റേ നീരാളി സ്കിഡ് ഇതല്ലേ?
പൊട്ടറ്റോ ആണോ അത്? സോസേജ് ആണോ? ആണോ? അല്ല ആണ്. നമുക്ക് എന്തായാലും ഒന്ന് മേടിക്കാം, എന്നിട്ട് കൊള്ളാതെ നോക്കാം, എന്നിട്ട് നമുക്ക് എക്സ്ട്രാ ഓർഡർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അടുത്ത കട പിടിക്കാം, അടുത്ത ഓർഡർ ചെയ്യാം. ഒതൻറ്റിക് റിവ്യൂ എങ്ങനെയുണ്ട്? ആ അത് ലാമ്പ ബീഫാ? ലാമ്പല്ല ഇത്, ഇതെന്നിട്ട് ബീഫ് തോന്നുന്നു. ഇതല്ലേ ബീഫെന്ന് തോന്നുന്നു. കൊള്ളാം. ചുട്ടിറച്ചിയായിട്ടാണ് തോന്നുന്നത്. ചുട്ടിറച്ചിയല്ലേ? എൻ്റെ സോഫ്റ്റ്നെസ് ഉണ്ട്. കിട്ടാൻ കുറച്ച് പറയണു, ഇവരെങ്ങനെ കഴിക്കണം മനസ്സിലുണ്ട്. ലാമ്പിൻ്റെ ആ ഒരു ചൂരുണ്ട്. കഴിക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു കടയിൽ പോകും അല്ലേ? നമ്മൾ നേരത്തെ ട്രൈ ചെയ്തിരുന്നു, ഇനി ലാമ്പ് ട്രൈ ചെയ്യാം. പോർക്ക് വേറൊരു വൈബ്. പോർക്കല്ല, സോറി, ലാമ്പ്. ആ ലാമ്പിൻ്റെ ചൂരില്ലേ, അത് തന്നല്ലോ. പക്ഷെ ഇതിന് ആ ഒരു ടേസ്റ്റ് കിട്ടണം. ഇത് ഇത്തിരി കൂടി സോഫ്റ്റ് അല്ലേ? ഇപ്പൊ ലൈറ്റ് ഷോ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ലൈറ്റ് ഷോയുടെ വെളിച്ചുള്ളപ്പോൾ മുകളിൽ ലൈറ്റ് ഷോ വർക്കുണ്ട്, പക്ഷെ ഉള്ളില് ഉള്ളിൽ ഓടുണ്ട് ലൈറ്റ് ഷോ ചെറുതായിട്ട്, പക്ഷെ അത്ര വിസിബിൾ അല്ല. നമ്മളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും ഒരു ഇതിൻ്റെ അകത്ത് കയറി. വെറൈറ്റി ഓഫ് ഫുഡ്സ് ഉണ്ട്, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റാവുന്നത് എന്താണെന്നുള്ളത് നോക്കട്ടെ. അപ്പോൾ ഒതന്റിക് ചൈനീസ് ഫുഡാണ്, നോക്കി നോക്കാം എന്തല്ലേ എന്നുള്ളത്. മറ്റേ ആൻഷ്യൻ്റ് വില്ലേജ് കാണാൻ പോയില്ലേ, അവിടെ 30 എണ്ണത്തിന് അറൗണ്ട് 30 യുവാനായിട്ടുള്ളൂ. ഇവിടെ 15 എണ്ണത്തിന് 36 യുവാൻ. സ്ഥലത്തിൻ്റെ ആയിരിക്കാം. ഇതൊക്കെ വെറൈറ്റി ആണല്ലോ അവിടെ. നമ്മളങ്ങനെ ആ ഡംപ്ലിങ്സും കഴിച്ച് തീർത്തു. ആ ഡംപ്ലിങ്സ് ആ വിലയ്ക്ക് വെറുത്തിട്ടാന്ന് തോന്നുന്നു കേട്ടോ, മേ ബി. കാരണം അത് മിക്സഡ് ഓഫ് ഡംപ്ലിങ്സ് ആയിരുന്നു, അതായത് പല വെറൈറ്റി ഉണ്ടായിരുന്നു എൻ്റെ അകത്ത്. അതുകൊണ്ടായിരിക്കും തോന്നുന്നു അത്രയും വില എന്ന് തോന്നുന്നുണ്ട്. അതൊരു ടൈപ്പ് മാത്രമായിരുന്നില്ല, പല ടൈപ്പിലുണ്ടായിരുന്നു. നമ്മുടെ ഹോട്ടലിലോട്ട് പോവാണ് നമ്മൾ. $5 താഴെയാണെങ്കിൽ ടാക്സ് എടുക്കുന്നത് പറഞ്ഞേക്കുന്നത്. $5 താഴെയാണെങ്കിൽ ടാക്സ് എടുക്കാം. നമുക്ക് ഡയറക്റ്റ് ഹോട്ടൽ താഴോട്ട് ഇറങ്ങാം. അല്ലെങ്കിൽ നമ്മൾ പിന്നെ മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കണം, മെട്രോ എടുക്കണം. അല്ലെങ്കിൽ മെട്രോ ഇറങ്ങുന്ന സ്റ്റേഷനിൽ നിന്ന് പിന്നെ നമ്മുടെ ഹോട്ടലിലോട്ട് നടക്കണം. നമുക്കങ്ങനെ ഇവിടെ നിന്ന് പോകാനുള്ള ടാക്സി കിട്ടിയിട്ടുണ്ട്. അതെ, അങ്ങനെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെത്തി. ഇന്നും സമയം ഏകദേശം എന്ന് പറയുമ്പം 8:50. കാർഡിലടാ ടാപ്പ് ചെയ്യേണ്ടി വരെ. ഇന്ന് ടാക്സി ആയതുകൊണ്ട് വലിയ ക്ഷീണമില്ല, പക്ഷെ കിടന്നു പറഞ്ഞാൽ അപ്പോൾ ഉറങ്ങും. ഇപ്പോൾ ഡേ 2 ഇവിടെ കഴിഞ്ഞു. ഇനി കുളിക്കുക, ഡ്രസ്സ് മാറുക, കിടന്നുറങ്ങുക, കോപ്പി ചെയ്യാനുള്ള ഫയലൊക്കെ കോപ്പി ചെയ്യുക. പിന്നെ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ നാളത്തെ കാഴ്ചകളായിട്ട് അടുത്തൊരു വീഡിയോയിലാണ്. അതുവരേക്കും ബൈ.